പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ കർത്തൃദാസനെ ബലപ്പെടുത്തിയല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഫെലിസിറ്റേഷൻ മെസ്സേജ് നൽകേണ്ടതിനായിട്ട് ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ബ്രദർ റോയി കെ യോഹന്നാൻ അവർ NECK സെക്രട്ടറി ബഹുമാന്യനായ കർത്തൃദാസനെ ഞാൻ സ്നേഹത്തോടെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കുവൈറ്റ് ക്രൈസ്തവ സമൂഹത്തിന് ഏറെ ഉണർവ് പകരുന്ന IPC റീജൻ്റെ 2024 അനുഗ്രഹീതമായ കൺവെൻഷൻ്റെ പ്രഥമ മീറ്റിംഗ് KTMCCയുമായി ചേർന്ന് നടത്തുമ്പോൾ ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനായ പാസ്റ്റർ, ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ റിജിമോൻ ജേക്കബ്, IPC റീജൻ്റെ പ്രസിഡൻറ്റും ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ബെൻസൺ പാസ്റ്റർ, IPC റീജൻ്റെ സെക്രട്ടറി അജുമോൻ ജേക്കബ് പാസ്റ്റർ, KTMCയുടെ പ്രസിഡന്റ് വിനോദ് കുര്യൻ, ആദരണീയായ പാസ്റ്റേഴ്സ്, സത്യസുവിശേഷം ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ ഓടി നടന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർ ഡാനിയേൽ കൊന്നു നിൽക്കുന്നതിൽ, ആദരണീയായ പാസ്റ്റേഴ്സ്, എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ബെൻസൺ പാസ്റ്റർ ഔപചാരികമായി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മെ ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന വാർത്തകളുടെ നടുവിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ പെട്ടി കണ്ടു. IPC കുവൈറ്റ് ചർച്ചിൻ്റെ സീനിയർ മെമ്പറായിരുന്ന ബേബി മോൻസാൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ മേരിക്കുട്ടി മാമയുടെ ഒരു പഴയ റേഡിയോ അവിടെ കിടക്കുന്നു. ഞാൻ ധരിച്ചിങ്ങനെ കാണാനൊക്കെ വെച്ചേക്കുവാണ്. അമ്മ പറഞ്ഞു, അല്ല, സത്യസന്ധമായ വാർത്ത കേൾക്കാൻ ഞാൻ ആകാശവാണിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, മധ്യമേഷ്യയിലെ ഭീതിപ്പെടുത്തുന്ന യുദ്ധങ്ങളുടെ വാർത്ത അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കർണാടകയിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും അർജുൻ്റെ പുറകിൽ കുറേ ദിവസം നമ്മൾ ഓടിയില്ലേ? വയനാടായിരുന്നില്ലേ പിന്നത്തെ വാർത്ത? സിനിമാ ലോകത്തിലൂടെ നമ്മളെ കൊണ്ടു നടന്നില്ലേ? ഇപ്പോഴിതാ അൻവർ നമ്മുടെ സമയം കയ്യേറിയിരിക്കുകയാണ്. വാർത്തകൾ, പുതിയ വാർത്തകൾ തേടി നമ്മളുടെ മൊബൈൽ എടുത്താൽ ആ വാർത്തയാണ് നമ്മുടെ ജീവിതത്തെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ വാർത്തകൾ. എന്നാൽ ആ വാർത്തകളുടെ നടുവിൽ നമുക്കൊരു വാർത്തയുണ്ട്, സുവാർത്ത, ഗുഡ് ന്യൂസ്, സത്യ സുവിശേഷം. അതാണ് പൗലോസ് പറയുന്നത് പോലെ, ഞാൻ സുവിശേഷം അറിയിക്കുവാൻ ലജ്ജിക്കുന്നില്ല. നമുക്കറിയാം, ഈ മനുഷ്യർ മെനയുന്ന വാർത്തകളൊക്കെ ഒരാഴ്ച കൊണ്ട് കെട്ടടങ്ങും. കാരണം അത് സത്യമല്ല. അസത്യമായ വാർത്തകൾ മെനയുന്ന ഈ ലോകത്ത് 50 വയസ്സുള്ള ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കേട്ട അതേ വ്യക്തി, അതേ ദൈവത്തെക്കുറിച്ച്, അതേ പുസ്തകം ഇന്നും പുതിയ വാർത്തയായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. നമുക്ക് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയട്ടെ, മറ്റൊരുവനിൽ നിന്നും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷിക്കപ്പെടുവാൻ യേശു കർത്താവിന്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ആ വാർത്ത ഉയരുവാൻ IPC റീജിയന് കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.